സ്വസ്ഥത കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇന്നിപ്പോൾ ഭയങ്കരമായ ത്വലാക്കുകൾ നടക്കുന്നൊരു കാലമാണ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ഒരു സമൂഹമായി മുസ്ലിം കമ്മ്യൂണിറ്റി മാറുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നല്ല സ്വസ്ഥമായ സുന്ദരമായ ഒരു കുടുംബജീവിതം ഉണ്ടാവണം. അതിനൊരു ദുആ ഞാൻ പറഞ്ഞു തരട്ടെ. കൂടാതെ ആരെങ്കിലുമൊക്കെ പിണങ്ങിക്കഴിയുന്നവരാണെങ്കിൽ, ഭർത്താവ് പിണങ്ങിക്കഴിയുന്നു, ഭാര്യ പിണങ്ങിക്കഴിയുന്നു, അപ്പൊ ആരുടെ ഇഷ്ടമാണോ നമുക്ക് വേണ്ടത് അവരുടെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ ഒരു ദുആ ഞാൻ പറയാം. ഒരു ദിക്റാണ്, ഇതൊരു ദുആയാണ്. അവിടെ ആരുടെ ഇഷ്ടമാണോ നമുക്ക് വേണ്ടത് അവരുടെ പേര് ചേർത്ത് കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാവാം. പലരും ഇതൊക്കെ ചൊല്ലി 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 അവസാനം ഒരുപാട് റിസൾട്ട് കിട്ടിയ, അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം കിട്ടിയ ഒരു ദിക്റാണിത്. കൂട്ടത്തിൽ 6 തരം സ്വഭാവമുള്ള സ്ത്രീകളെ മൈൻഡ് ചെയ്യരുത്, അടുപ്പിക്കരുത്. കുടുംബത്തിൽ 6 തരം സ്വഭാവമുള്ള പുരുഷന്മാരെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം. ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. ഇൻഷാ അല്ലാഹ് വിശദമായി വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, വാപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ, ത്വലാക്കുകൾ കൂടുന്ന കാലമാണ്. ഇപ്പൊ ഇന്ന് ഈ ഞായറാഴ്ച കല്യാണമാണെങ്കിൽ ഒരു 2 ഞായറാഴ്ചകൾക്കപ്പുറം ശേഷം പിന്നെ ത്വലാക്കിന്റെ സദസ്സൊക്കെ പല മഹല്ലുകളിലും നടക്കുന്നുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുകയും നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു തആല എല്ലാവിധ സംതൃപ്തിയും സമാധാനവും. ചിലപ്പോൾ ഭർത്താവിന് ഭാര്യയുടെ സ്വഭാവം ഇഷ്ടപ്പെടില്ല, അതുപോലെ തന്നെ ഈ ഭാര്യക്ക് ഭർത്താവിന്റെ സ്വഭാവം ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇപ്പൊ ഈ സ്വഭാവം ഇഷ്ടപ്പെടായ്മ, ഭർത്താവിന്റെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം. ഇപ്പൊ സത്യം പറഞ്ഞാല് ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വാപ്പാവും അല്ലെങ്കിൽ നമ്മുടെ വല്ലുമ്മ വല്ലുപ്പ അവരുടെയൊക്കെ കാലത്ത് എത്ര സുന്ദരമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വീടിന് ഒരു മുറി, ഒരു അടുക്കള, ഒരു കോലായി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അന്നൊക്കെ അവർക്ക് അൽഹംദുലില്ലാഹ് 10 മക്കളും 5 മക്കളും 6 മക്കളൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു പരാതിയില്ല. എന്നാൽ വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മുടെ വല്ലുപ്പ കൊണ്ടുവരുന്ന ചിലപ്പോൾ കപ്പയോ, ഈ പൂള എന്ന് പറയും, കപ്പ പൂള, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കറിയും ഒരു കാന്താരി മുളകൊക്കെ ഞെരടി വളരെ സുന്ദരമായ ജീവിതമായിരുന്നു. ഒരു പിണക്കുമില്ലാത്ത ജീവിതം. അന്ന് അവരുടെ കാലത്ത് ഇല്ലാതിരുന്ന ഒരു സാധനം നമ്മുടെ കാലത്തുണ്ട്. എന്താന്ന് പറഞ്ഞത്? ഈ സാധനം, ഈ ഫോൺ. സത്യം പറഞ്ഞാൽ ഈ സാധനം, ഈ ഫോൺ ഞാൻ ഉപയോഗിക്കുന്ന, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന, ഇതിന്റെ കടന്ന് കയറ്റത്തോടുകൂടി നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ. ഭാര്യ ഭർത്താവിന്റെ ഫോൺ എടുത്ത് നോക്കുന്നു, അപ്പോൾ ആരോ മെസ്സേജ് അയച്ചു, ഇതാരാണ്? അതുപോലെ തന്നെ ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുത്ത് നോക്കുന്നു, ഒരു മെസ്സേജ് കണ്ടു, ഇതാരാണ്? അല്ല, അങ്ങനെ സംശയത്തിന്റെ, അതുപോലെ തന്നെ ദുസ്വഭാവത്തിന്റെ ഒക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ പല കുടുംബങ്ങളും പോകുന്നത്. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും സമാധാനവും തരണേ അല്ലാഹ്. ഇന്നിപ്പോൾ വിവാഹിതരാകുന്ന, ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ ഇന്നലെയോ നാളെയൊക്കെ വിവാഹിതരാവാൻ പോകുന്ന ആരൊക്കെ ഉണ്ടോ, അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ നീ എല്ലാവിധ നന്മയും കൊടുക്കണേ അല്ലാഹ്. വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒരുപാട് പേര് വന്ന് ദ്വാരക്കാൻ പറയുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ഖൈറായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊരു ദുആയായിട്ടും നമുക്ക് കണക്കാക്കാം, ഇതൊരു ദിക്റായിട്ടും കണക്കാക്കാം. അതായത് ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ, ഇപ്പോ പല കുടുംബത്തിലും ഭാര്യ ഭർത്താവിനോട് പിണങ്ങി, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പിണങ്ങി, അങ്ങനെ പിണങ്ങി നിൽക്കുന്നു. അല്ലെങ്കിൽ ഭാര്യയോടൊരു ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഭർത്താവിനോടൊരു ഇഷ്ടമില്ല, ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാകും. ഈ ഭാര്യ ഭർത്താവ് ബന്ധം മാത്രമല്ല കേട്ടോ, ഇപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് തമ്മിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാര് തമ്മിൽ, ആങ്ങള പെങ്ങളമാര് തമ്മിൽ, അവരൊക്കെ ഇങ്ങനെ പരസ്പരം ഒരു പിണക്കത്തിൽ കഴിയുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഒന്ന് പയറ്റി നോക്കാൻ പറ്റുന്ന വളരെയധികം എഫക്റ്റീവായ ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. കാരണം ഇത് ഒരുപാട് ആളുകൾ, ഇപ്പോൾ 2 ദമ്പതിമാർ അവർ തമ്മിൽ ത്വലാക്കിന്റെ വക്കിൽ, നാളത്തെയും കൂടി നോക്കിയിട്ട് ത്വലാക്ക് ചൊല്ലും, പിന്നെ രണ്ടുപേരും 2 വഴിക്കാണ്, അങ്ങനെ വരെ എത്തിയ സമയത്ത് അൽഹംദുലില്ലാഹ് പക്ഷെ രണ്ടുപേർക്കും എന്തുണ്ട്, ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. വീട്ടുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. എന്തോ ഈ സ്വത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ്. ഇതൊരു ദിക്റാണ്, ഒരു ദുആയാണ്, ഖുർആനായത്തല്ല കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഇന്നവര് വിദേശത്താണ്, അവര് നല്ല സുന്ദരമായ ജീവിതം നയിക്കുകയാണ്. ഇപ്പൊ മക്കളൊക്കെ ആയി അൽഹംദുലില്ലാഹ് റാഹത്തായ ജീവിതം നയിക്കുകയാണ്. അപ്പൊ പരസ്പരം പിണങ്ങിക്കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, സഹോദരി സഹോദരന്മാരാവട്ടെ, എല്ലാവർക്കും ഒന്ന് പയറ്റി നോക്കാൻ പറ്റുന്ന ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റായിട്ട് നമുക്ക് കണക്കാക്കാം.
ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ചില ഇസ്മുകളൊക്കെ ചേർത്തിട്ട് പറയുന്ന ഒരു വചനമാണ്. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. അതായത് ഇപ്പോ ഭാര്യയുടെ സ്നേഹം ഭർത്താവാകുന്ന എനിക്ക് വേണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്നേഹം ഭാര്യയ്ക്ക് വേണം. ഇപ്പൊ ആരുടെ സ്നേഹമാണോ നമുക്ക് വേണ്ടത്, ആരുടെ ഇഷ്ടമാണോ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് മോശത്തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ല. നമുക്കൊരു പെണ്ണിന് ഇഷ്ടമാണ്, ആ പെണ്ണിന്റെ ഇഷ്ടം നമുക്കുണ്ടാവാൻ ഈ ദിക്ർ പറഞ്ഞാൽ മതി, അതല്ല കേട്ടോ. ഇത് ഭാര്യ ഭർത്താക്കന്മാർ അവർക്കിടയിലുള്ള ആ ഒരു ഇഷ്ടം രൂഢമൂലമാവാൻ, അതുപോലെ ഈ വഴക്കിട്ട് കഴിയുന്ന സഹോദരിമാര് സഹോദരങ്ങൾ, അല്ലെങ്കിൽ എന്താണ് മാതാപിതാക്കൾ മക്കൾ, അങ്ങനെയുള്ളവരെ അതുമായി ബന്ധപ്പെട്ട് പിണങ്ങിക്കഴിയുന്ന, അത് എന്താണ് ഹറാമായ രൂപത്തിലല്ല ഹലാലായ രൂപത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഹലാലാണല്ലോ. ആ സമയത്ത് അവർക്ക് ചൊല്ലാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആരുടെ ഇഷ്ടമാണോ വേണ്ടത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു പുണ്യമായ ഒരു ദിക്റാണ്. ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതിതാണ് യാ അതൂഫു ദുൽ ഖുവത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതാണ് മൊത്തത്തിൽ ആ ഒരു ദിക്ർ. ഇവിടെ യാ അതൂഫു ദുൽ ഖുവത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ. ഇവിടെ ആ ഫുലാൻ എന്നില്ല, ഫുലാൻ. ആ ഫുലാൻ എന്നതിന്റെ സ്ഥലത്ത് ആരുടെ ഇഷ്ടമാണോ നമുക്ക് വേണ്ടത് അയാളുടെ പേര് പറയണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ പേര് സമിയ എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് സമിയ എന്നാണ്. ഭാര്യ പറഞ്ഞ പേര് പ്രശ്നമില്ലല്ലോ. എൻ്റെ ഭാര്യയുടെ പേര് സമിയ എന്നാണ്. അപ്പൊ സമിയയുടെ ഇഷ്ടം എനിക്ക് വേണം. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ ഈ ഒരു ദിക്ർ പറയുമ്പോൾ എങ്ങനെ പറയണം കേട്ടോ? യാ അതൂഫു ദുൽ ഖുവത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ സമീയത്തിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കണ്ടോ, അവിടെ സമീയത്തിൻ അല്ലെങ്കിൽ ഫാത്തിമ എന്നോ ആയിഷ എന്നോ, നമ്മുടെ ഭാര്യയുടെ പേര് റഹ്മത്ത് എന്നോ അല്ലെങ്കിൽ എന്താണ് ഖദീജ എന്നോ എന്താണോ പേര്, നമ്മുടെ ഭാര്യയുടെ പേര് അത് പറയാം. ഇനി ഭർത്താവിന്റെ സ്നേഹമാണ്. ഇപ്പൊ എന്റെ പേര് അർഷദ്. അപ്പൊ എന്റെ സ്നേഹം എന്റെ ഭാര്യക്ക് കിട്ടണം. അപ്പൊ ഭാര്യ ചൊല്ലുമ്പോ എങ്ങനെ ചൊല്ലണം? യാ അതൂഫു ദുൽ ഖുവത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ അർഷദിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ ആ ഫുലാൻ എന്ന സ്ഥലത്ത് ആരുടെ ഇഷ്ടമാണോ വേണ്ടത് അവരുടെ പേര് പറയുക എന്നാണ്. ഇത് ഒരുപാട് മഹാന്മാര് പറഞ്ഞു തന്നതാണ്. നമ്മുടെ ഉസ്താദുമാരൊക്കെ അവരൊക്കെ ഇങ്ങനെ വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ അവരോട്, ആ ദമ്പതിമാരോട് ചൊല്ലാൻ പറയുന്ന ഒരു ദിക്റാണ്. ഇതിപ്പോ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഖുർആനിലും ഹദീസിലും കാണിച്ചു തരാനില്ല. ഇത് മഹാന്മാരായ സൂഫിയാക്കളും മൗലിയാക്കളും അതുപോലെ തന്നെ മഹാന്മാരായ ഉസ്താദുമാര് അവരൊക്കെ ഒരു പ്രശ്നം പറഞ്ഞ് സങ്കടം പറഞ്ഞ് അവരുടെ അടുക്കൽ ചെല്ലുന്ന, ഈ കുടുംബ പ്രശ്നമൊക്കെ ആയിട്ട് ചെല്ലുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില ഔറാദുകളിൽപ്പെട്ട, അല്ലെങ്കിൽ എന്താണ് സ്ഥിരമായി ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റിൽപ്പെട്ട ഒന്നാണിത് കേട്ടോ. അപ്പൊ ഇത് എല്ലാ നമസ്കാരത്തിന് ശേഷവും, അപ്പൊ എന്താണ് മറ്റൊരു കണ്ടീഷനാണ് 5 വഖത്ത് നിസ്കരിക്കണം. എല്ലാ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും 11 പ്രാവശ്യം വീതം ഇത് ഓതണമെന്നാണ്. അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി വേണം, എന്ത്? നിസ്കാരം കൃത്യമാക്കണം. അത് ഭർത്താവട്ടെ ഭാര്യയാവട്ടെ, ഭർത്താവും ഭാര്യ നിസ്കാരം കൃത്യമാക്കണം. നിസ്കാരം കൃത്യമാക്കിയിട്ട് എല്ലാ നമസ്കാരത്തിന് ശേഷവും ഈ ഒരു ദിക്ർ ഇത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ദുആരക്കുക. യാ അതൂഫു ദുൽ ഖുവത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ. അവിടെ ആരുടെ പേരാണോ അത് ചേർക്കുക. ഖൽബ അർഷദ്, അല്ലെങ്കിൽ സമീയ, അല്ലെങ്കിൽ ശുക്കൂർ, സത്താർ, മജീദ്, പേര് പറയാ. എന്നിട്ട് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കൂടാതെ ഒരു ദുആയുണ്ട് വിശുദ്ധ ഖുർആനിൽ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ പഠിച്ചു വെക്കണം. അറിയില്ലാത്തവർ പഠിച്ചു വെക്കുക, അറിയുന്നവർ ഇത് ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചു പറയാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ ഒരു ദുആ അത് വിശുദ്ധമായ ഖുർആനിലെ ദുആയാണ്, ഒരു ആയത്താണ്. അതിങ്ങനെ പരമാവധി അധികരിപ്പിക്കണേ. 6 സ്വഭാവമുള്ള സ്ത്രീകൾ, 6 സ്വഭാവമുള്ള പുരുഷന്മാർ, ഇവർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ടാകും, കുടുംബത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് ഭർത്താവാകുന്ന ഞാൻ, എനിക്കുണ്ടായാൽ പ്രശ്നമാകുന്ന ഈ 6 സ്വഭാവം മാറ്റണം. അതുപോലെ തന്നെ ഭാര്യയാകുന്ന ഓരോ പെണ്ണും അവൾക്ക് ഇനി പറയാൻ പോകുന്ന 6 സ്വഭാവമുണ്ടെങ്കിൽ അത് വേഗത്തിൽ തന്നെ മാറ്റണം. ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽ വലിയ അപകടമുണ്ടാകും, അസ്വസ്ഥതയുണ്ടാകും, സമാധാനക്കേടുണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
പുരുഷന്മാരെ, ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാരെ നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ. എന്തൊക്കെ കേട്ടോ? ഒന്ന്, ഒരു പുരുഷൻ ഇബാദത്ത് ചെയ്യാൻ മടിക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കൂല, നോമ്പുടിക്കൂല, ഖുർആൻ ഓതൂല, ആ പരിപാടിയില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേ, നിസ്കാരം കൃത്യമാക്കണേ. രണ്ട്, കള്ളു കുടിക്കുന്ന പുരുഷനാണോ ഭർത്താവാണോ ആ കുടുംബത്തിൽ ഒരു തരത്തിലുള്ള ഖൈറും അള്ളാഹു കൊടുക്കൂല. ആരെങ്കിലും ആ പണി ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിക്കോ, ഇല്ലെങ്കിൽ കുടുംബം കുളം തോണ്ടും എന്നൊക്കെ പറയൂലേ, അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകും. മൂന്ന്, പിണങ്ങി കഴിയുന്ന ഭർത്താവാണോ, അല്ലെ, ഭർത്താവിന്റെ ഉമ്മയോട്, ഭർത്താവിന്റെ വാപ്പയോട്, ഭർത്താവിന്റെ സഹോദരിയോട്, ഭർത്താവിന്റെ സഹോദരനോട്, അയൽവാസികളോടൊക്കെ പിണങ്ങിക്കഴിയുന്ന ഭർത്താവാണോ ഉമ്മമാരെ നിങ്ങൾക്കുള്ളത്? അല്ലെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇങ്ങനെ പിണങ്ങിക്കഴിയുന്നവരാണോ എങ്കിൽ ഇണക്കിച്ചോ, ഇല്ലെങ്കിൽ എന്താണ്, ആ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, കടങ്ങൾ കൂടും, വലിയ പ്രതിസന്ധി ഉണ്ടാകും. നാലാമത്തേത്, ജോലിക്ക് പോവാത്ത പുരുഷനാണോ ഭർത്താവാണോ, നല്ല ജോലിയൊക്കെ ചെയ്യാൻ ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളി പോകില്ല, പുള്ളിക്ക് മടിയാൻ, എങ്കിലോ ആ കുടുംബത്തിൽ വലിയ ബറക്കത്തില്ലായ്മ. ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവ് ചുമ്മാ വീട്ടിലിരിക്കുന്നു, കുത്തിരിക്കുന്നു, പറ്റില്ല. ഇനി അയാൾക്ക് എന്തൊരു രോഗമാണ്, അസ്വസ്ഥതയാണ്, ഇനി ജോലി കിട്ടുന്നില്ല, അങ്ങനെയാണ് പിന്നെ സമാധാനം. ഇതല്ല, ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്, നല്ല ജോലിയൊക്കെ ചെയ്യാൻ പറ്റും, പോയി അന്വേഷിച്ചാൽ നല്ല ജോലി കിട്ടും, പക്ഷെ എന്നാലും ഇയാൾ പോവില്ല, മടിയാണ്. അയാൾ ഉള്ളിടത്തോളം കാലം ആ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി അഞ്ചാമത്തേത്, ധനം ദുർവ്യയം ചെയ്യുന്നു. പൈസ ഉണ്ട്, അത് മൊത്തം അടിച്ച് കലക്കി, അല്ലെ, കുറെ ഫുഡും തിന്ന് അതും വാങ്ങിച്ച് ഇതും വാങ്ങിച്ച് ഒരു പൈസ കൃത്യമായി ചെലവഴിക്കാൻ അറിയില്ല, അമിതമായിട്ട് ചെലവഴിക്കുന്നു. അങ്ങനെയുള്ള പുരുഷന്മാരാണെങ്കിൽ അവരുള്ള ആ കുടുംബത്തിൽ വലിയ സമാധാനക്കേടുണ്ടാകും. ആറ്, ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താവാണോ, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഭാര്യയെ കരയിപ്പിക്കുന്ന ഭർത്താവേ, നീ കാരണം ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ, സങ്കടമുണ്ടായാൽ അള്ളാഹു നിന്നെ വെറുതെ വിടില്ലടാ, അള്ളാഹു നിന്നെ ശിക്ഷിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ 6 സ്വഭാവം ഏതെങ്കിലും ഒരു ഭർത്താവിനുണ്ടെങ്കിൽ അത് മാറ്റിക്കോ, ഞാൻ ഉൾപ്പെടെ. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇനി ഭാര്യമാരിലേക്ക് വരാം. സഹോദരിമാരെ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, 6 തരത്തിലുള്ള സ്വഭാവം എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വേഗത്തിൽ ആ സ്വഭാവം മാറ്റിക്കോ. ഒന്ന്, അന്നാനത്ത്. അന്നാനത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുക, നമുക്ക് ഒന്ന് കല്യാണത്തിന് പോയാലോ, നമുക്കൊന്ന് പുറത്തു പോയാലോ, ഞാൻ മഞ്ഞില്ല, എനിക്ക് തലവേദന. എപ്പോഴും രോഗം. എന്നാൽ രോഗം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതെപ്പോഴും രോഗം അഭിനയിക്കുന്നൊരു ഭാര്യ, പെണ്ണാണ്. കല്യാണത്തിന് പോകൂല, ഭക്ഷണം ഉണ്ടാക്കൂല, എന്താ ചോറില്ലേ, ഇല്ല എനിക്ക് തലവേദന, എപ്പോഴും കിടത്തം, ഒരുമാതിരി എന്താ പറയാ, രോഗം അഭിനയിച്ച് കഴിയുന്നൊരു പെണ്ണ്. അവൾക്ക് കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, എന്താണ്, ഒരു ബറക്കത്തില്ലായ്മയായിരിക്കും. രണ്ടാമത്തേത് മന്നാനത്ത്. മന്നാനത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടുകാർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ ഇവൾ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തിടും. ആ കിടക്കുന്ന കാർ എൻ്റെ വാപ്പ തന്നതല്ലേ, നിങ്ങൾക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയതല്ലേ ഇത്, അതല്ലേ ഇതിങ്ങനെ, അതായത് ഈ ഭാര്യ വീട്ടുകാർ കൊടുത്ത സാധനങ്ങൾ അതിങ്ങനെ ഭർത്താവിന്റെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞ് എന്താ ഒരു പെരുമ നടിക്കുക, ഭർത്താവിനെ കൊച്ചാക്കി കാണിക്കുക. അങ്ങനെയുള്ളൊരു പെണ്ണും ബർക്കത്തില്ല. 3, ഹന്നാനത്ത്. ഹന്നാനത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ശരീരം, ഭർത്താവിന്റെ ധൈര്യം, ഇതിനെയൊക്കെ മറ്റു പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യും. കേട്ടോ, നിങ്ങൾക്ക് ഒരു ധൈര്യം ഇല്ലല്ലോ, വെറും പേടിത്തൊണ്ടനാണ്. അപ്പുറത്തുള്ള ആ ചേട്ടനെ നോക്കിയേ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആ ഇക്കാനെ നോക്കിയേ, അയാൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്, അപ്പുറത്തുള്ള ഇക്കാക്ക്, നിങ്ങൾക്ക് എന്താ ജോലി? ഇതാ മറ്റു പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഭാര്യ, വളരെ മോശപ്പെട്ട സ്വഭാവം. ആ പെണ്ണുള്ളിടത്തോളം കാലം ആ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. 4, ഹദ്ദാഖത്ത്. അതായത് അനാവശ്യമായിട്ട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടും. ഒരു കല്യാണം വന്നാൽ, കല്യാണം ഞായറാഴ്ചയാണെങ്കിൽ അതിന് മുമ്പുള്ള തിങ്കളാഴ്ച ഒന്ന്, ചൊവ്വാഴ്ച ഒന്ന്, ബുധനാഴ്ച, പിന്നെ മല്ലക്കല്യാണം, പിന്നെ മൈലാഞ്ചി ഇടല്, പിന്നെ തലേന്ന്, പിന്നെ കല്യാണത്തിന്റെ അന്ന്, പിന്നെ റിസപ്ഷൻ ഒന്ന്, പിന്നെന്താണ് പിറ്റേന്ന് അവര് ചെറുക്കൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന്, ഇങ്ങനെ ഒരു 100 ഡ്രസ്സ് എടുക്കും. പുരുഷന്മാർക്ക് ആ സ്വഭാവം ഇല്ല എന്ന് തന്നെ പറയാം. ഉണ്ടാകും കുറച്ച് ആളുകൾക്ക്, പക്ഷെ ഭൂരിഭാഗം ആളുകൾക്ക് അങ്ങനെയില്ല. അവരൊരു ഷർട്ട്, ഒരു പാൻറ്, ഒന്നോ രണ്ടോ 3 ചിലപ്പോൾ എടുത്തേക്കാം. ആ സമയത്ത് പെണ്ണുങ്ങളാണെങ്കിലോ ഒരുപാട് എടുക്കും. ആ സ്വഭാവം, അതായത് അനാവശ്യമായിട്ട് വസ്ത്രം വാങ്ങിക്കൂട്ടുന്ന, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, ആവശ്യത്തിനല്ല, അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു കല്യാണം വന്നാൽ ഒരുപാട് ചെലവാക്കുന്നു. ഒരു ഭർത്താവ് കൊടുക്കുന്ന സമ്പത്ത്, അത് ഭർത്താവിന്റെ സമ്പത്താവണ്ട, ഇവൾക്ക് ജോലിയുണ്ട്, ഇവളൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നു, ആയിക്കോട്ടെ, ഇവളുടെ സമ്പത്താണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായിട്ട് ചിലവഴിക്കാൻ പാടില്ല. 5, ബറാക്കത്ത്. ബറാക്കത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലിപ്സ്റ്റിക്ക്, കണ്ണൊക്കെ എഴുതി എപ്പോഴും സുന്ദരിക്കുട്ടിയായിട്ടിരിക്കുന്നു, അത് വേണ്ട. അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര
രസത്തിൽ ഭയങ്കര ഒരുങ്ങിയൊക്കെ പോകും. എന്നാൽ വീട്ടിൽ ഭർത്താവ് ഉള്ളപ്പോൾ വെറുതെ അയാളെ ചൊടിപ്പിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള സൗന്ദര്യവും ആകൂല. അങ്ങനെ ഉണ്ടല്ലോ. അതായത് എപ്പോഴും ഒരുങ്ങും എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണെപ്പോഴും എന്താ ചെയ്യേണ്ടത്? നല്ല വസ്ത്രം ധരിച്ച് നല്ല ഒരു രൂപത്തിനാണ്. പെണ്ണും അതെ, ശരി, ആണും അതെ, ആണും വേണം പെണ്ണും അത് അങ്ങനെ വേണം. എന്നാൽ ഈ ഭർത്താവിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങൂല, പുറത്തു പോകുമ്പോൾ ഭയങ്കര അണിഞ്ഞൊരുങ്ങലാണ്. അങ്ങനെ ഉള്ള ഒരു പെണ്ണ് അതിലും ബർക്കത്തില്ലെന്നാണ്. ഏറ്റവും നല്ല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ അല്ലെ, ഭർത്താവിന്റെ മുന്നിലാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്. അതുപോലെ തന്നെ പുരുഷൻ ഇവൻ പുറത്തു പോകുമ്പോൾ ഭയങ്കര സ്പ്രേ അത്രക്ക് അടിച്ചു പോകും. എന്നാൽ ഭാര്യയുമായിട്ട് രാത്രി കിടക്കാൻ വേണ്ടി പോയാലോ, റൂമിൽ പോയാലോ ഈ കുളിക്കൂല്ല, പല്ലിയാക്കൂല്ലാതെ പോകുന്ന അങ്ങനെയുള്ള പുരുഷന്മാരും പാടില്ല. 6 ഷദ്ദാഖത്ത് എന്ന് പറഞ്ഞാൽ വളവളവളാന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണ്. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കുറ്റം, കുറവ്, കുശുമ്പ്, തെറിവാക്ക്, ശാപവാക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണ്. ഈ 6 സ്വഭാവമുള്ള പെണ്ണിലും ബർക്കത്തില്ല. നേരത്തെ പറഞ്ഞ 6 സ്വഭാവമുള്ള പുരുഷനിലും ബർക്കത്തില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം? ഒരു ദുആ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ദിക്ർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ 6 തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു തആല ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അപ്പൊ ഈ ഒരു ദിക്ർ മറന്നു പോകണ്ട. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഫുലാൻ എന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക? ആരുടെ ഇഷ്ടമാണോ കിട്ടേണ്ടത് അവരുടെ പേര് ചേർക്കുക കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു തആല സ്വസ്ഥതയും സമാധാനവും തരട്ടെ. നമ്മുടെ കടങ്ങൾ മാറ്റി തരട്ടെ. രോഗങ്ങൾക്ക് ശിഫാവ് തരട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.